ഞായറാഴ്ച നമുക്കിന്ന് ചിക്കൻ അല്ല കേട്ടോ സ്പെഷ്യൽ, മീനാണ്, ഓലക്കൊടിയൻ മീനാണ്. അപ്പോൾ നമുക്കിതൊന്ന് കറി വെക്കാം. ആദ്യം തന്നെ പുളിയും ഉപ്പും കൂടെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും നമ്മളതിനകത്തേക്ക് ഉലുവയിട്ടിട്ടുണ്ട്. ഉലുവയിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമ്മളതിനകത്ത് കടുകും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി നമുക്ക് ഈ കറിക്ക് നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പിരിയൻ മുളക് പൊടിയും കൂടെ ചേർക്കും. പിരിയൻ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അയല കറി വെച്ചതിനൊക്കെ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. പക്ഷേ ഓലക്കൊടിയിന് നമ്മൾ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇനി ആ പുളിയും ഉപ്പും വെള്ളം ഒഴിച്ച് അത് ചാറാക്കിയിട്ട് ചാറ് തിളയ്ക്കുന്ന സമയം കൊണ്ട് പോയി ഒരു കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതുമൊക്കെ ഇട്ട് കൊടുത്ത് മീൻ ഒന്നും കൂടെ കഴുകിയിട്ട് നമ്മുടെ ഓലക്കൊടിയും മീനും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഇത് വെക്കുന്നത് കുറേ സമയം. അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറേ കഴിയുമ്പോഴത്തേനും നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. കറിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. പച്ചക്കറിയൊക്കെ ഇങ്ങനെ നമ്മളൊരു ഇതിനകത്ത് വെച്ചിട്ടുണ്ട് മുറത്തിൽ. ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. മീൻകറി വെക്കുന്ന സമയം നമുക്ക് ഇതും കൂടെയൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. കറിയൊക്കെ നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. കുറച്ച് മീൻ കഷ്ണമൊക്കെ നമ്മൾ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മീൻ കറിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ വറക്കാനും ഇട്ടതിന് ശേഷം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. സിങ്കൊക്കെ കഴുകി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇനി വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ 2020 ഈ ബിസ്ക്കറ്റ് ഇരുന്ന് കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വെച്ചുവിടുന്നത് എവിടെയാണ് ഈ ബിസ്ക്കറ്റ് വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന്. അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലിലേക്ക് പഞ്ചസാര കുറച്ചിട്ടിട്ടുണ്ട്. ബിസ്ക്കറ്റിന് അല്ലെങ്കിൽ മധുരം ഉണ്ടല്ലോ കുറച്ച്, പിന്നെ വേണ്ടതിനുള്ള ആ ഒരു പാലിന് ആവശ്യമായിട്ടുള്ള ഒരു മധുരമൊക്കെ ഇട്ട് കൊടുത്ത് പാല് തിളച്ച് വന്നപ്പോഴത്തേന് ആ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ നന്നായിട്ട് അലിയിപ്പിക്കും, ചിലത് കുറച്ച് ഇങ്ങനെ കടിക്കാൻ പാകത്തിന് അങ്ങനെ രീതിയിൽ ഇങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രീസറിൽ വെച്ചു. തിരിച്ച് എന്താ നമ്മൾ പിസ്സയാന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി കേട്ടോ. രണ്ടുപേരും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.